എന്റെ അമ്പോ, എന്തുമാത്രം ആളുകളാ. അതെ ചേട്ടോ, ആ അമ്മ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്. എനിക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമായിടാ. അയ്യോ, ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ട് ചേട്ടാ. ചേട്ടാ, അമ്മയോട് ഭക്തി കാണിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ പ്രണയം തോന്നാന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, പ്രകൃതി വിരുദ്ധമാണ്. അമ്മേ, എനിക്കൊരുപാട് ദുരിതങ്ങളുണ്ടായി. എനിക്കുണ്ടായിരുന്ന ബിസിനസ്സുകളെല്ലാം നഷ്ടത്തിലായി. എന്നെ ഇതിൽ നിന്നെല്ലാം കരകയറ്റേണ്ടത് അമ്മയാണ്. ഭക്ത, നീ എപ്പോഴെങ്കിലും തിരുപ്പതിക്ക് പോയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ പോയിട്ടില്ല. എന്റെ സഹോദരിയും അമ്മാവനും പോയിട്ടുണ്ട്. ഓഹോ, സ്വാമി സ്വാമി, നീ ഒരുപാട് പണം സമ്പാദിക്കുകയാണെങ്കിൽ തിരുപ്പതി പോയി നേർച്ചയിട്ടോളാമെന്ന് നിന്റെ അമ്മ എന്നേ വഴിപാട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓഹോ, അയ്യോ, എന്റെ അമ്മ 2 വർഷം മുന്നേ മരിച്ചുപോയതാ. അന്ന് പറഞ്ഞതുപോലെ നേർച്ചയിടാത്തത് കൊണ്ടാണ് ബാലാജിക്ക് നിന്റെ മേൽ കോപം വന്നിരിക്കുന്നത്. ആ കോപത്തിന്റെ മേലുണ്ടായ ശാപം കൊണ്ടാണ് നിനക്ക് ഈ കഷ്ടപ്പാടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അമ്മേ, ഓഹോ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? തിരുപ്പതി പോയി അവിടെ കാണിക്ക സമർപ്പിക്കട്ടെ? ഒരു നിമിഷം സ്വാമി. ഓഹോ, സ്വാമിയോട് ഞാൻ സംസാരിച്ചു. അവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന കാണിക്ക ദേ ഇവിടെ ഇട്ടാൽ മതി. വരുന്നതിന്റെ പിന്നത്തെ ആഴ്ച ഞാൻ തിരുപ്പതിക്ക് പോയി ഞാൻ തന്നെ ഈ കാണിക്ക അർപ്പിച്ചോളാം. ആയിക്കോട്ടെ അമ്മേ. അമ്മേ, ആ സ്വാമിയുടെ നമ്പർ എനിക്കും തരൂ. ഒരു പ്രാവശ്യം ഞാനും വിളിച്ച് സംസാരിക്കട്ടെ. ഞാനെന്ത് ചെയ്തിട്ട്? ഭക്ത, സ്പെഷ്യൽ ദർശനത്തിന് വന്നതാണോ? അതെ സ്വാമി. പക്ഷേ കുറച്ച് ചെലവ് കൂടുതലാണ്. എത്ര ചെലവായാലും കുഴപ്പമില്ല. എന്നാ എന്റെ പിന്നാലെ വരും. വരാ, നടക്ക്, ചെന്ന് വാങ്ങ. എന്താണ് മകനെ നിന്റെ പ്രശ്നം? എല്ലാ ദിവ്യശക്തിയുള്ള നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് നേരത്തെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഭക്ത, അമ്മയ്ക്ക് എല്ലാം അറിയാം. പക്ഷെ സ്വാമിയോട് സംസാരിക്കാൻ 1000 രൂപ ദക്ഷിണയായി വെച്ചോ. ചേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. അമ്മയ്ക്ക് ചെറിയൊരു ടെസ്റ്റ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? ഒരു അമ്മയ്ക്കുണ്ടായതാണോ അതോ ഒരു അച്ഛനുണ്ടായതാണോ? പറ. ഞങ്ങളുടെ അമ്മമാര് സിസ്റ്റേഴ്സ് ആണോ അതോ ഞങ്ങളുടെ അച്ഛന്മാര് ബ്രദേഴ്സ് ആണോ? നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ സാധാരണ മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു രക്തബന്ധങ്ങളും ഇല്ല. 100% കറക്റ്റാ. നിങ്ങൾ ഒരു പെൺകുട്ടി അന്വേഷിച്ചാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. 1000% കറക്റ്റ്. എനിക്ക് പ്രണയിക്കാനും എന്റെ ജീവിതം ഷെയർ ചെയ്യാനും എനിക്കൊരു സുന്ദരിയായ പെണ്ണിനെ വേണം. എത്തരത്തിലുള്ള പെണ്ണാണ് വേണ്ടതെന്ന് പറയൂ. ഇരിക്കുന്ന അമ്മയാണെങ്കിലും എനിക്കൊക്കെ. എന്താ മകനെ ഇത്രയും സമയം ആലോചിക്കുന്ന? എന്നെ പോലെ ഒരു സൗന്ദര്യവതി മതിയോ മോന് പെണ്ണായിട്ട്? അമ്മേ, അത് മതി അമ്മേ. അവിടുത്തെ പോലെ ഇരിക്കുന്ന ഒരു പെണ്ണിനെ തന്നെ മതി. എന്നെ പോലെ സൗന്ദര്യവതിയായ പെണ്ണ് ഇവിടെ തൊട്ടടുത്തുള്ള പാർക്കിലിരിക്കുന്നുണ്ട്. പൊയ്ക്കോളൂ. സെയിം നിങ്ങളെ പോലെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. അതെങ്ങനെയാ നടക്കുക? ഞാൻ വിശ്വസിക്കില്ല. കാമാം ദുരാണാം നഭയം നലച്ച പ്രേമാം ദുരാണാം നഭൂത്തോ നഭൂഷ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുമ്പോ എന്നെ പോലെ ഒരുത്തി ഉണ്ടായിക്കൂടെ? ഞാൻ പോയി നോക്കട്ടെ അമ്മേ. പോയി കാണൂ മകനെ. എന്നാലും എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എനിക്ക് നല്ല ക്ലാരിറ്റി കിട്ടി. നീ വന്നേ. അവരുടെ ഗെറ്റപ്പ്, സെറ്റപ്പ്, മേക്കപ്പ് ഒക്കെ കണ്ടിട്ട് അവര് പറയുന്നത് മുഴുവൻ നുണയാണെന്ന് ഉറപ്പല്ലേ? എന്നെ എൻകറേജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യരുത്. പിന്നെ എനിക്ക് വേറെ പണിയിലല്ല. അമ്മേ, സോറി കേട്ടോ. എന്തിന്? ഞാൻ നിങ്ങളോടല്ലേ സോറി പറയേണ്ടത്. സോറി.
നിങ്ങളെപ്പോലെ ഒരാളെ മുൻപ് എവിടെ വെച്ച് കണ്ടതുപോലെ തോന്നുന്നു. എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. നമ്മൾക്കിടയിൽ എന്തോ ജന്മജന്മാന്തര ബന്ധമുള്ളതുപോലെ തോന്നുന്നു എനിക്ക്. Exactly. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. നിങ്ങൾ എന്നും പാർക്കിലേക്ക് വരാറുണ്ടോ? താൻ വരാണെങ്കിൽ ഞാനും ഡെയിലി വരാം. അങ്ങനെയാണെങ്കിൽ നാളെ 4:30 ഞാൻ ഇവിടെ ഉണ്ടാവും. പോയോ? അമ്മയ്ക്കുള്ള കാണിച്ചു കൊടുക്കാൻ പോവായിരുന്നു. നീയും വാ. എന്റെ പേഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നടന്നണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവള് നല്ല പെരും കള്ളിയാണെന്ന്. അനുഭവിക്കും. നമുക്കറിയാത്തൊരു പുതിയ ഷോപ്പാ. വാ പോവാ. നമസ്കാരം സാർ. ആഹാ. എന്താ വേണ്ട സാർ? 1 കിലോ ചിക്കൻ, 1 കിലോ മട്ടൺ, പിന്നെ 1 കിലോ. അയ്യോ അതൊന്നും കിട്ടില്ല, ഇത് കൂളിംഗ് ഗ്ലാസിന്റെ കടയാ. അപ്പൊ അറിയാലേ, എന്നാ കണ്ണാടി എനിക്ക്. ഇത് സൂപ്പർ ആയിരിക്കും സാർ, ഒന്ന് വെച്ച് നോക്കിയേ. ഇത് നോക്കിയേ, പുതിയ മോഡലാ, ഒന്ന് വെച്ച് നോക്ക്. എന്താ കൊള്ളില്ലേ? എന്താടോ എന്നെ കണ്ടിട്ട് ഭയങ്കര ചീപ്പായിട്ട് തോന്നുന്നുണ്ടോ? താന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ദുബായിൽ നിന്ന് ഇന്നലെ വന്നതേ ഉള്ളൂ. ഈ മോഡൽ സാറ് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഒരു രക്ഷയില്ല ചേട്ടാ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞങ്ങൾക്കും കൂടി വാങ്ങിച്ചോടാ. സാർ 7 എണ്ണം വാങ്ങിച്ചുകൊണ്ട് 2000 രൂപ ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിന്റെ കാര്യം വിട്. താൻ ബില്ല് എത്രയെന്ന് പറയും. ഇന്ന് എവിടെ? എടോ ഐറ്റം, ഈ ഐറ്റം രാജയ്ക്ക് തന്നെ താൻ ബില്ല് തരുമല്ലേ? ബില്ലിൽ എത്രയാണോ എഴുതിയിരിക്കുന്ന ആ എമൗണ്ടിങ് തന്നേര്. നീ എന്താ ഗുണ്ടായിസം കാണിക്കുക? ഈ ബില്ലുള്ള പൈസ ഇതാ, അല്ലെങ്കിലേ കണ്ണട ഒരു വെച്ചിട്ട് പോവാൻ നോക്ക്. കണ്ണാടിയൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. ഈ ബുദ്ധി തനിക്ക് നേരത്തെ തോന്നിയാ പോരായിരുന്നോ? ഈ ഏരിയയിൽ കട തുടങ്ങുന്നതിന് മുമ്പ് ഈ ഏരിയയിലെ ചീറ്റിംഗ് പാർട്ടി ആരാണ്, ഈ ഏരിയയിലെ ഫ്രോഡ് ആരാണ്, ഈ ഏരിയയിലെ ഗുണ്ട ആരാണെന്നൊക്കെ അറിയണ്ടായിരുന്നോ? വേണ്ടേ? ഐറ്റം രാജ. കടയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസ മൊത്തവും തൊലച്ചല്ലോ. തിരുമലഗിരിരായ ദേവരായ സുരതബിന്നാടരായ സുഗുണതോനേ ബാച്ചിലർ റൂമില് ലേഡീസ് വോയിസ് ഓർ സർവമോഹനരായ ഇത്രയും മെനകെട്ടൊരു വീട്ടില് ഇത്രയും സുന്ദരിയായൊരു പെണ്ണോ? മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ. కరుణించితివినన్ను శ్రీమంతుడానీకు జయ శ్రీ వెంకటరాయ తిరుమలగిరిరాయ 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 ഇതെന്താ കാര്യം? ഇവനെന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? എന്താ ഉണ്ടല്ലോ? മലഗിരിരായ ദേവരായ സുരതബിന്നാടരായ സുഗുണതോനേട്ടിരായ തിരുമലഗിരിരായ ആരെയാടാ നോക്കുന്നേ? അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പെൺകൊച്ചു വന്നിരിക്കുന്നു. അതാരാന്ന് നോക്കിയതാ. ആ പെങ്കൊച്ചെന്റെ ഫ്രണ്ടിന്റെ മകളാ. ആഹാ, കൊള്ളാം, അസലായിട്ടുണ്ട്. എന്റെ ഫ്രണ്ടിന്റെ മകളെന്ന് പറഞ്ഞാ എന്റെ സ്വന്തം മോളെ പോലെയാ. ഏ? എന്തെങ്കിലും ഉടായിപ്പ് കാണിച്ച വെട്ടിക്കൊന്നുകളെയും പന്നി. ഈ മരവാഴ ഹലോ, മോളിലെ നിന്റെ കൂട്ടത്തിലുള്ളവനോട് കൂടെ പറഞ്ഞേക്കെ. ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവനെ ഞാൻ ഇവിടേക്ക് വിടുവോ? ബൈ മാമ. എന്റെ ഭഗവാനെ, ചേട്ടാ ചേട്ടാന്ന് വിളിച്ചോണ്ടിരുന്നവൻ പെട്ടെന്ന് മാമാ മാമ എന്ന് വിളി മാറ്റിയല്ലോ. ഇവന്റെ മേലെ ഒരു കണ്ണെന്തായാലും വേണം.